സ്നേക്ക് വാട്ടർ ഗൺ. എന്റെ ദൈവമേ. സ്നേക്ക് വാട്ടർ ഗൺ. അല്ല അകത്ത് കയറിയാ? സ്നേക്ക് വാട്ടർ ഗൺ. നന്നായല്ലേ ദൈവമേ ലീല ചേച്ചി വാതിൽ തുറക്കാഞ്ഞത്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് സുലി ചേച്ചി. ഇവിടെയാണെങ്കിൽ അപ്പുറത്ത് ക്ലീറ്റോ ചേട്ടനും ഇല്ല, ഏട്ടനും ഇല്ല. അമ്മയില്ല. ഓ ദൈവമേ വാതിലൊന്നും തുറന്നേക്കല്ലേ കേട്ടാ. ഇല്ല ചേച്ചി അതേ വരുന്നുണ്ട്, വിളിക്കാട്ടാ. നമുക്കേ അടുത്ത പ്രാവശ്യം അമ്മാവന് കുറച്ച് വിത്തുണ്ട്, അത് അവിടെ ആ പറമ്പിലെ ഒഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുവന്ന് നമുക്ക് നടാം. അമ്മാവൻ ദേ അവിടെ കടയിൽ നിൽപ്പുണ്ട്, പിന്നെ എന്റെ കൂടെ അമ്പലത്തിൽ വന്ന് നായരുടെ കടയിൽ നല്ല വട വെട്ടിയതാ. എന്റെ പൊന്നോ, ഇത് അവിടെ കൊണ്ട് വെച്ച വൈകിട്ട് കഴിക്കാം. ഇത് കഴിച്ചോട്ടെ. അതെ എന്നാ പിന്നെ ഞാന് പോട്ടെന്നാ. അവിടെ കൂട്ടുകാരന്റെ മോന്റെ കല്യാണാണ്. പോവണ്ട. വേണ്ട വേണ്ട, സുലി ചേച്ചിയെ വിളിച്ചതാ ലീല ചേച്ചിയുടെ വീട്ടിൽ കള്ളം കയറിയെന്ന്. ദൈവമേ അവിടെയും കയറിയോ? അകത്ത് കയറിയില്ല, പുറത്ത് ഡോറിൽ ഭയങ്കര മുട്ടായിരുന്നു. ഭയങ്കര കള്ളന്മാരുടെ ശല്യമാ. ഉണ്ടാവും. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില അറിയോ? 70,000 റുപ്യ മേലെയാണേ. അപ്പൊ പിന്നെ കള്ളന്മാർക്ക് ഒരു ട്രെയിൻ കിട്ടിയാൽ ഒന്നും പോകണ്ട, ഇവിടെ ആരും ഇല്ലാത്തതാ. ഇവിടെ പോലീസുകാരന്റെ വീടായിട്ടോ. പിന്നെ കള്ളന്മാർക്ക് അങ്ങനെയൊന്നും ഇല്ല. അത് തന്നെയല്ല, പോലീസുകാരൻ കുറച്ച് നാളായിട്ട് ഇവിടെ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ അമ്മായില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോണത്? എന്താ അറിയോ, ഇന്ന് അവിടെ പാർട്ടി ഉണ്ടേ. കൂട്ടുകാരൻ നമ്മളെ പ്രത്യേകിച്ച് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തേക്കാണ്. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, പോയി ഒന്ന് തല കാണിച്ചിട്ട് ഇങ്ങോട്ട് വാ. നിങ്ങൾ വരണോ? വരണ്ടേ അമ്മാവ, ഒറ്റക്കിടന്ന് പറഞ്ഞത് ആ 2 മതിലിന്റെ അപ്പുറത്താ അവരുടെ വീട്. പോയിട്ട് ഞാൻ മോൻ കാണിച്ചിട്ട് എനിക്ക് ഭക്ഷണം ഒന്നും കരുതണ്ട, ഞാൻ അവിടുന്ന് കഴിച്ചിട്ടേ വരുള്ളൂ. ഒരുപാട് വൈകരുത്, ഒരു 8-9 മണിയാകുമ്പത്തിന് മന്നെ. പോലെ അമ്മ ചായ കുടിച്ചിട്ട് വാ. അത് ശരിയാ. ശരി, അവിടുന്ന് ചായ കുടിക്കാൻ ഇവള് പറഞ്ഞു വാടക കൊടുത്ത് ഇവിടുന്ന് കഴിക്കാൻ. ചായ കുടിച്ചിട്ട് വാ. എന്നാലും ഇതാ ഏത് കള്ളനാടി ഇത്. ചേച്ചി അവര് ഡോറ് തുറന്നില്ല ചേച്ചി, ഭാഗ്യത്തിന്. വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി ഒരു ഇച്ചിരി കപ്പ പുഴുങ്ങി കൊടുത്താലോ, ഇച്ചിരി കപ്പ കഴിച്ചെടുത്താ കുട്ടികൾക്ക് ഇത് മേടിക്കണേ. അവർക്ക് കടയിൽ നിന്ന് മേടിച്ചു എന്ന് അറിഞ്ഞാൽ പ്രത്യേക ഇഷ്ടമാണ് കുട്ടികൾക്ക്. മുഴുവൻ ഇന്ന് തന്നെ തീർക്കണം കേട്ടാ. പിന്നെ വെച്ച കേട് വരില്ലേ? അപ്പൊ തിന്നാൻ തന്നെ മേടിച്ചേക്കണം. അല്ലെന്ന് ഈ എണ്ണ പലഹാരം കഴിച്ചാൽ നിങ്ങൾ വേറൊന്നും കഴിക്കത്തില്ല അമ്മാവ. ചോറൊന്നും പിന്നെ വേണ്ട, ഇറങ്ങത്തില്ല. ആരും എണ്ണ പലഹാരം കഴിക്കണില്ലേ? അത് തന്നെയല്ല, ചോറ് തിന്നണത് പോട്ടെ, ഇതൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ചെറുതിലേ കൊളസ്ട്രോൾ ഒക്കെ വരും. ഇപ്പൊ ചെറിയ പിള്ളേർക്ക് കൊളസ്ട്രോൾ ഷുഗർ. ഇപ്പൊ വൈകിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് ഇവിടെ എങ്ങനെ വെച്ചോ, തീരുന്നവരെ ഇവർക്കൊരു സമാധാനം ഉണ്ടാവും. കുഴപ്പമില്ല, നല്ല സാധന. എന്റെ ദൈവമേ, ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ നോക്കിയപ്പോ ഒരു ഇത് കണ്ടത് എന്താണെന്നറിയാമോ? റെയിൽവേ സ്റ്റേഷനിലൊക്കെ പഴംപൊരിയും വടയൊക്കെ ഉണ്ടാക്കി തരൂലേ, എന്നിട്ട് ഒരാള് കിടന്ന് ഈ ഹിന്ദിക്കാരായിട്ട് ഉണ്ടാക്കണം. അവരെങ്ങനെ ചീത്ത പറയാം. അപ്പൊ എന്താന്ന് കാര്യം എന്താണെന്നറിയാമോ? ഈ ഉണ്ടാക്കണ എണ്ണയില്ലേ, അതിനകത്തേക്ക് അവന്മാര് പ്ലാസ്റ്റിക് കവർ ഇട്ടേക്കും. അപ്പൊ അതും ഈ എണ്ണയുടെ കൂടെ ഉരുകിയിട്ട് അപ്പൊ എണ്ണ അധികം ചെലവാകൂല, എണ്ണ അങ്ങനെ തന്നെ കിടക്കും. ഈ പ്ലാസ്റ്റിക് കേരളത്തിലോ? അങ്ങനെ എന്നിട്ട് അപ്പൊ തന്നെ അവന്മാരെ കൊണ്ട് ആ എണ്ണ ഇതാക്കി കളയിപ്പിച്ചു. പക്ഷെ എന്തോരോ ആൾക്കാർ അത് കഴിച്ചിട്ടുണ്ടാവും. നായരുടെ കടയിൽ അങ്ങനെയല്ല. അയാള് ഞാൻ ചെറുപ്പം മുതലേ കഴിക്കണത്. അയാള് നല്ല മനുഷ്യനായിരുന്നു. പിന്നെ ആ എണ്ണ തന്നെ ഡെയിലി ഒരു ലിറ്റർ എണ്ണ മേടിക്കാനുള്ള കാശില്ലെന്ന്. ഇത് അന്നു ഉണ്ടാക്കണം, ഞാൻ കാണണല്ലേ. ഞാൻ പറഞ്ഞതാടി, അവിടെ നല്ല മറ്റേ മജന്ത പഴം ഇല്ലേ, എന്താ ഇങ്ങനെ ഇരിക്കണ ഡ്രാഗൺ, മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട്, അതൊക്കെ ഇരിക്കുന്ന അമ്മാവ. ഇത് മേടിക്കണ്ട. ഇന്നത്തെ കാലത്ത് ഫ്രൂട്ട്സ് തിന്നാൻ പാടില്ല, അതിലാണ് ഏറ്റവും കൂടുതൽ വിഷം. പിന്നെ അറിയണോടത്തുനിന്ന് നല്ല ആൾക്കാരുണ്ടാക്കിയതാണെങ്കിൽ ധൈര്യമായിട്ട് തിന്നാം. പിന്നെ ഈ കഴിച്ചടാ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അസുഖം വരുമ്പോ അറിയാം. പിന്നെ ഇത് മാലയിടാതെയാണോ പോയത്? മാലയിടാതെയാണോ പോയത്? മാല ഉണ്ടായിരുന്നല്ലോ. മാല ഉണ്ടായിരുന്നല്ലോ, ഇട്ടോണ്ടാണോ പോയത്? എഴുന്നേറ്റേ, സാരി ഒന്ന് കൊടഞ്ഞു നോക്കിയേ. ഇതിപ്പോ എവിടെ പോവാനത്? ബസ്സിലൊന്നല്ലല്ലോ പോയത്. അമ്പലത്തിലാണെങ്കിൽ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ആരെങ്കിലും പൊട്ടിച്ചോണ്ട് വെച്ചാ? ഈശ്വര, എനിക്ക് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അത് ഞാൻ നോക്കിയതുമില്ല. ഇതൊന്ന് കൊടഞ്ഞു വെച്ച് നല്ല പോലെ നേരെ നോക്ക്. ദൈവമേ, നടക്കണ വഴിയിൽ വല്ലതും പോയാ? സ്വർണ്ണുള്ളത് കിട്ടിയാ? ഇല്ല, ആ വഴിയിലേക്ക് ഒന്ന് പോയി നോക്കായിരുന്നു. അല്ല അങ്ങനെ ധൃതി പിടിക്കല്ലേ, അവിടെ പുറത്തുണ്ടോ നോക്ക്. ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ അത്
ശരിക്കൊന്ന് ഓർത്ത് നോക്കി ഇട്ടോണ്ട് പോയായിരുന്നു. പിന്നെ 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 ഇങ്ങോട്ടൊന്നും പോയില്ലല്ലേ ചേച്ചി? നേരെ ഇങ്ങോട്ട് വന്നിട്ട് പോവില്ലായിരുന്നു. ദൈവമേ എവിടെ പോയിന്നാവോ? ദൈവമേ എന്റെ താലിമാലയാണ്. അതെ ഞാനേ എന്നാ പിന്നെ ആ നായരുടെ കടയിലും പിന്നെ നമ്മള് വന്ന വഴി കൂടെ അങ്ങനെ പോയിട്ട് അമ്പലത്തിന്റെ അവിടെ പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് കാല് കഴുകാൻ വേണ്ടി പൈപ്പിന്റെ അടുത്തോട്ട് പോയായിരുന്നു. അവിടെ ഒന്ന് നോക്കാം, അവിടെ നോക്കാം. ഇറങ്ങി വന്നപ്പോ എന്റെ കഴുത്തേൽ ഉണ്ടായിട്ട് കാരണം മുടിയിൽ ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ വരുമ്പോ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് പോയി തെരഞ്ഞോട്ടെ. എന്റെ മുടിയിലുണ്ടാ നോക്കിയടി, നോക്ക്. അതെ ചേച്ചി സാരി ഇങ്ങനെ നല്ല പോലെ ഒന്ന് പൊട്ടിക്കാൻ നോക്കി. അത് ഇവിടെ എവിടെന്നെങ്കിലും കിട്ടി എന്നെ ഒന്ന് വിളിച്ചു പറയും. ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് ഞാൻ കിട്ടിയ വിളിച്ചു പറയാം. ഞാൻ അങ്ങനെ പോട്ടെ, ഒന്ന് തരയിടി, ഇവിടെ ഒക്കെ തരേ. ഗേറ്റ് വരെ തെരഞ്ഞു നോക്കിയേ. ഹലോ, ആ കൃഷ്ണൻ നായരെ, ഞാനാണേ ഗിരിരാജനാ. ഞങ്ങളിപ്പോ അവിടെ അമ്പലത്തില് വന്നിരുന്നേ. അപ്പൊ അവിടെ പോയിട്ട് ഒരു ചെയിന്, താലി ചെയിന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കാൻ പറയോ? എടി അവിടെ ഇരുന്നില്ലേ ആ കസരുടെ അടിയിലേക്ക് ഒന്ന് ഉണ്ടാന്ന് നോക്കിയേ. താലിച്ചേനാണ്. നമുക്ക് ആ ഗേറ്റ് അവിടെ താലിയാണ് ലില്ലി. എന്ത് കൃഷ്ണ, നിന്നെ കാണാൻ വന്നിട്ട് എന്റെ മാല, എന്റെ താലി. ചേച്ചി ഇവിടെ നിന്നിട്ട് പോലും ഞാൻ കഴുത്തലോട് ശ്രദ്ധിച്ചില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് ഇവിടത്തോളം വന്നിട്ട് ഞാൻ അറിഞ്ഞോ? ഇവിടെ നിന്നോട് നമ്മൾ എന്തോരം കാര്യം പറഞ്ഞു. ഇവിടെ പോയെന്നാവോ? അതാണെങ്കിൽ ഒരു പവനുണ്ടെന്ന് വിളിച്ച് നൂല് പോലെയല്ലേ ഇരിക്കണത്. എവിടെങ്കിലും വീണ് കിടന്നാൽ പോലും കാണത്തില്ല. അത് കിട്ടിയില്ലെന്ന് വേണ്ടിയില്ലായിരുന്നു. താലി തിരിച്ചു കിട്ടിയാൽ മതി. അത് നിന്റെ കെട്ടിയ താലിയാണ്. താലിയൊന്നും പോണതൊക്കെ ദോഷമാന്നേ. നല്ല ജോത്സ്യം പറഞ്ഞതാ, ക്ലീറ്റോന് ദോഷ സമയമാണെന്ന്. ഇനി അതിന്റെ വല്ലതും ആണോ എന്തോ? അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നു പറയാൻ പറ്റൂല. നമ്മളെവിടെയെങ്കിലും അഴിച്ചു വെക്കണ പോലെയാണോ കഴുത്തേന്ന് ഊരിപ്പോണത്? അതിന്റെ നൂല് ഞാൻ എന്നും പറഞ്ഞ ക്ലീറ്റോനോട് ആ കൊളുത്തൊന്ന് ശരിയാക്കി. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് കൊളുത്തു മാറണോന്ന്. പോയാലും എന്റെ മേത്ത് എവിടെയെങ്കിലും ഇരിക്കാറുള്ളത്. അത് എന്റെ കയ്യിൽ നിന്ന് പോവാറില്ല. പറ്റി എനിക്ക് അറിഞ്ഞൂടെ. സാരില്ല, കിട്ടും. നീ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഈ വഴി മുഴുവൻ നോക്കി, എത്ര പ്രാവശ്യം നോക്കി. ക്ലീറ്റോനെ വിളിച്ചു പറയുമ്പോ അതിന് ആദ്യമാവും. ഇപ്പൊ പറയണ്ട, അമ്മാവൻ കൂടെ തെരഞ്ഞിട്ട് വരട്ടെ. എന്തായാലും അവിടുന്ന് കിട്ടും. ക്ലീറ്റോന് വല്ല കുഴപ്പം വരുമോ? പോയേച്ചി അവിടുന്ന്. പിന്നെ ഇതൊക്കെ വെറും അന്ധവിശ്വാസം. എന്റെ ഈശ്വരാ, എന്റെ മാല തിരിച്ചു നിൽക്കണേ. കിട്ടിയ ഉടനെ തന്നെ ഞാൻ വന്ന് കണ്ടോളാം. ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ, കിട്ടും. നമ്മൾ നേർച്ചയൊക്കെ നേർന്നിട്ടില്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. അടുത്ത ചൊവ്വാഴ്ച എൻ്റെ കൂടെ അന്തോണീസ് പുണ്യണ്ട് നൊവേനയ്ക്ക് വാ. നമുക്കൊരു കൂടി മെഴുതിരിയും കത്തിച്ച് ഒരു മറ്റേ ഇത് എഴുതിയിടത്തില്ലേ, കാര്യം എന്തായിരുന്നു അതിന് പറയുന്നത്, ഉപകാരസ്മരണ കിട്ടുമ്പോഴല്ലേ നമ്മൾ കാര്യം സാധിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയിടാം നമുക്ക്, കേട്ടോ. ക്ലീറ്റോയ്ക്ക് ഭയങ്കര വിഷമം, നിനക്കറിയാൻ പാടില്ല. പിന്നെ അത് അന്ന് തൊട്ടേ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നറിയോ? പക്ഷെ താലിമാല അന്ന് ക്ലീറ്റോ ഇട്ടായിരുന്നത് ഇവിടുന്ന് എല്ലാം ഇവിടെ ഊരി വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോ അവിടെ വെച്ച് ക്ലീറ്റോ പറഞ്ഞ് നിന്റെ കഴുത്തിങ്ങനെ ഒഴിഞ്ഞു കിടക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ കുളിച്ചിട്ട് പോയിട്ട് ഒരു രൂപന്റെ മാല അന്ന് എന്താണ്ട് പവൻ 5000 6000 ആണ്ടുള്ളൂ. പാവത്തിന്റെ കയ്യിലില്ലാത്ത പൈസ, പിന്നെ അതിന്റെ ഇച്ചിരി പൈസ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എനിക്കത് അന്നേരം കഴുത്തിലിട്ട് വന്നതാ. എത്ര രൂപയുടെ മുതലായിരുന്നു? പൈസയുടെ അല്ല, എന്റെ താലിമാലായിരുന്നു. എന്ത് വരാനാണോ എന്തോ. ചേച്ചി വിഷമിക്കല്ലേ, കിട്ടും. എന്റെ മനസ്സ് അങ്ങനെ തന്നെയാ പറയണത്, കിട്ടുമെന്ന്. എവിടെ പോയി നോക്കാനോ, വഴിയിലൊന്നും കണ്ടില്ല എന്ന് അമ്മാവൻ പറയുന്നു. മുറ്റത്തും പരിസരത്തും മുഴുവൻ നോക്കിയില്ലേ. ജോത്സ്യം പറഞ്ഞ പോലെ വല്ല ആപത്തും. ചേച്ചി അത് മനസ്സിൽ നിന്ന് വിട്. പിന്നെ 40 വട്ടം കറങ്ങി നടക്കണ മനുഷ്യനാ.
അല്ലാതെ ഇത്രയും നാൾ ഒരു എന്തെല്ലാം എവിടെയൊക്കെ പോയേക്കുന്നു, കഴുത്തിൽ നിന്ന് അത് പോയാൽ ഞാൻ അറിയുന്നില്ലേ? അങ്ങനെ എൻ്റെ ഇവിടെ പറ്റിക്കിടക്കണില്ലേ? ഇതറിഞ്ഞത് പോലും ഇല്ല. പക്ഷെ അത് അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോ തന്നെ അത് പോയല്ലോ നോക്കുമ്പോഴാ. ഈ അമ്മാവൻ എന്താ വരാത്തത്? എവിടെയെങ്കിലും വർത്താനം പറഞ്ഞു ഇപ്പൊ ഉണ്ടാവും. ഒന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മാവനറിയാൻ പാടില്ല ഇവിടെ ആരും ഇല്ല. ഒന്നാമത്തെ ഇങ്ങനെ ആകെ മനസ്സ് ക്ഷണിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ വിളിക്കാനും പറയാനും നിൽക്കണേന്തിനും ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അവിടെ അമ്മായി ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്. തലവേദന എടുക്കും. കരയാതിരിക്കും. ഹലോ അമ്മാവ, ഇത് എവിടെയാ അമ്മാവാ? ആ ഫസ്റ്റ് പറഞ്ഞതല്ലേ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ്, അമ്മാവൻ ഇവിടെ ഒന്ന് കിടക്കണോന്ന്. കൊള്ളാം കേട്ടോ അമ്മാവൻ. ഇനി സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി എപ്പോ വരാനാണ്? ഇവിടെ ആണെങ്കിൽ ചേച്ചി ആണെങ്കിൽ കരഞ്ഞും കൂവിയിരിക്കുന്നു. ആ ഞാൻ കൊടുക്കാം. ആ അമ്മാവാ അമ്മാവൻ വേഗം വാ, കിടക്കണം. വന്നിട്ട് ഒന്നുമില്ല, കരയുന്നു. ആ ശരി ശരി വേഗം വാ. ആ കരഞ്ഞോണ്ടിരിക്കുക. പിന്നെ താലിയല്ലേ പോയത്? മാലയാണെങ്കിലും കുഴപ്പമില്ല, താലി എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ആ എന്നാ ശരി അമ്മ. ഞാൻ നല്ല ചേച്ചിയുടെ അടുത്ത് സൈ ചേച്ചിയുടെ അടുത്തും കിടന്നോട്ടാ. പിന്നെ അവിടെ പോയി കിടന്നോ. തല്ലി പിടിക്കരുതിട്ടാ. പിള്ളേര് കഴിച്ചില്ലേ? അവരുടെ വാതിക്ക് ഇരിപ്പണോ? ചേച്ചി പണ്ടൊരു പ്രേതം ഉണ്ടായിരുന്നേ. പ്രേതത്തിനെ കാണാനേ നല്ല വായടിച്ചിട്ട് കിടന്നുറങ്ങിക്കേ. എന്നിട്ട് 10 മണിയാകുമ്പോ എഴുന്നേറ്റ് വരും. പ്രേതത്തിനെ കാണാനേ നിന്നോട് പറഞ്ഞാ മനസ്സിലാവത്തില്ലേടി? അമ്മാനൊന്ന് വിളിക്കട്ടെ ചേച്ചി. പക്ഷെ അമ്മാവൻ വന്നേച്ച് കിടന്ന് ഉറങ്ങാനൊന്നല്ലേ? അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിൽ പിന്നെ എഴുന്നേക്കണം, ഭക്ഷണം എടുത്ത് കൊടുക്കണം. ചേച്ചി ആ ഫോൺ എടുത്ത് ഒന്നുകൂടെ വിളിച്ചു ചേച്ചി, എവിടെ എത്തിയെന്നെങ്കിലും ചോദിക്കും. ലോക്ക് മാറ്റിത്തരാം. നീ വിളിക്കേ? നീ വിളിച്ചോ? ഹലോ അമ്മാവ, എവിടെ എത്തി അമ്മാവ? ഇത് ഭയങ്കര അക്രമമായി പോയി കേട്ടാ. കൂട്ടുവിളിക്കാൻ വിളിച്ച ആള് കൊള്ളാം. വണ്ടി കയറിയെന്ന്. പെട്ടെന്ന് വാ. ഒറ്റക്കാണോ വരണേന്ന് വെച്ചേ? ഒറ്റയ്ക്കാണോ വരുന്നത്? ആ ശരി. എങ്ങനെ? ആ കുറച്ച് ചെറുക്കന്മാര് കാറിന് കൊണ്ടുവിടുവന്നു. എവിടെയാണെങ്കിലും അമ്മാവന് കുറെ ചെറുക്കന്മാരുണ്ട് പോയിട്ട്. ആ വീടിന്റെ അടുത്ത് പോയത് അമ്മായി എപ്പോഴും പറഞ്ഞു കേൾക്കാം. ദൈവമേ കരണ്ട് പോയടേ. ദൈവമേ ചൂട്. ഈശ്വരാ എനിക്ക് വയ്യ. ഇങ്ങനെ കറണ്ട് പോവാറില്ലല്ലോ പണ്ടാരം. ചേച്ചി മെഴുകുതിരി വല്ലതും എടുക്കണോ? ഞാൻ ഇതെടുത്ത് കത്തിച്ചേ. ഏതാ? എമർജൻസി. അയ്യോ അതിന് ചാർജ് കയറുന്നില്ല. എവിടത്തെ എമർജൻസി ആണെങ്കിലും അത് കത്തൂല. അത് എന്തിനു മേടിച്ചു വെക്കണമെന്നാവോ? ഇതിലിത് തെളിയിക്കാം. തെളിയിച്ച് ഇവിടെ ഞാൻ വെക്കാം. ഓ എന്നാലും എന്തിനാ ഇട്ട് വെച്ചേ? അവിടെ വെക്കട്ടെ. അവിടെ വെച്ചേ. തട്ടിയില്ലേ ആരോ? ഗ്രില്ല് കിടന്ന് തട്ടുന്ന. ഇനി പ്രേതം വല്ലതും ആണോ? അവിടെ കിടന്നു. വണ്ടി വരുന്ന ഒച്ചയൊന്നും കേട്ടില്ലല്ലോ. പോയി നോക്കാം. അവിടെ കിടന്നോട്ടാ. ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നത്. പോയി നോക്കിയിട്ട് വരാം. അങ്ങോട്ട് കാണിച്ചു ചേച്ചി. ടോർച്ച്. ഇതാണോ ഗിരിരാജന്റെ സഹോദര വീട്? നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ട്.
ഒരു പേടിക്കണ്ട, പറഞ്ഞോളൂ. മാല. ഒരു മാല താലി Correct. ഗിരിരാജൻ ആ കടവാതൊക്കെ കിടന്ന് അന്വേഷിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ നടന്നു പോണ വഴിയില് അത് വിടുന്നതും ഞാൻ കണ്ടു. എല്ലാം കാണുന്നവനാണ് ഞാൻ. ദാ, ഇത് വാങ്ങിക്കോളൂ. ദേ മാല. അവിടെ വെച്ചാ മതി. എനിക്ക് നേരവും കാലമൊന്നുമില്ല. നിങ്ങൾക്ക് രാത്രി ഭൂതപ്രേത പിശാചുക്കൾ കൊലപാതകൾ ഇറങ്ങുന്ന രാത്രി തുറക്കാത്ത വാതിലുകളും തുറക്കാൻ കഴിയുന്നവനാണ് ഞാൻ. പക്ഷേ നിങ്ങൾ തുറക്കേണ്ട. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പക്ഷേ എന്നെ വിശ്വസിക്കാം. ദീർഘസുമംഗലീ ഭവ. ആ, എന്നെ കാണാൻ അങ്ങ് വന്നേക്കണം. എനിക്ക് തരാനുള്ള തരണം ഇത് കൊണ്ട് തന്നതിന്. ചേച്ചിയുടെ മാലയാണോ നോക്കിയേ. ആ, ആരാ ചേച്ചി ഇത്? നമ്മൾ കണ്ടിട്ട് പോലല്ലോ ഇവിടെ. എന്തൊക്കെയാ ചേച്ചി ആ ചേട്ടൻ പറഞ്ഞിട്ട് പോയത്? എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. അടാ കണ്ട കുട്ടികൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലടാ നേരം വൈകിന്ന്. വിട്ടോ. ശരി ഗുഡ് നൈറ്റ്. ഉറങ്ങിയില്ലല്ലേ? സോറി ഡേ. അതെ, എന്നെ കൊടന്നാക്കാൻ അവർ വഴുകി. ഒരു വണ്ടി കിട്ടിയില്ല, അതാണ്. സോറി ട്ടാ. നല്ല കമ്പനിയായിരുന്നു. കിട്ടിയ എവിടുന്ന്? ഇപ്പൊ ഒരാള് കൊണ്ട് തന്നിട്ട് പോയി. അപ്പൊ ഇത് കിട്ടിയപ്പോ എന്നെ വിളിച്ചു പറയണ്ടേ? ദേ ആ ചേട്ടൻ ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളു. അമ്മാവന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ അവിടെ ഒരാള് കണ്ടില്ലേ? ഇല്ല, ആരും പോണില്ല. പോയേ ഉള്ളൂ. ഞങ്ങളിപ്പല്ലേ വരുന്ന വണ്ടിയുടെ വെളിച്ചത്തിലെ ആള് പോണ്ട് കാണില്ലേ? ആര് എവിടെ പോയി? ഇത് ആരായിരുന്നേ? അതാ പറഞ്ഞ, ഈ നേരത്തെ ഇത് കൊടുത്ത് നിന്നിട്ട് പോണ് കണ്ടൂല്ല. അവന്റെ ഉദ്ദേശം വേറെ എന്തെങ്കിലും. അമ്മാവാ, ആ ആള് അങ്ങനെ തെരഞ്ഞാ കിട്ടൂല. ഞാൻ പോയി കണ്ടോളാം. എന്റെ ദൈവം, ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന നേരത്ത് ഇത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? പിന്നെ ഒരാള് വെറുതെ കൊണ്ടുവന്ന് തരുവോ? സത്യമായിട്ട് ഞാനും ചേച്ചി ഇതുവരെ ആ ചേട്ടനെ കണ്ടിട്ടേ ഇല്ല. തൊട്ടു പുറകെ അമ്മാവൻ വന്ന്. ആ, അമ്മാവൻ അങ്ങനെ ഒരാളെ കണ്ടില്ലല്ലോ. അങ്ങനെ ഒരാൾ പാസ് ചെയ്ത് പോണത് അമ്മാവൻ കണ്ടിട്ടില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് ചേച്ചി പറഞ്ഞു. എന്തിയടാ? ആ, പിന്നെ വെറുതെ പറയാൻ ഭ്രാന്തോ? ഇല്ല, നമ്മള് കണ്ടിട്ടില്ല. ആ സമയത്ത് അതൊന്നും ആരാ എന്താന്നൊന്നും ചോദിക്കാൻ വേണ്ടി തോന്നിയില്ല. പുള്ളി തന്നെ ഇങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞു. എന്താടി പറഞ്ഞത്? എല്ലാം കാണുന്നവനാണ്. ഇതുകൊണ്ട് തന്നതിന് എന്നെ കാണാൻ വേണ്ടി വരണം. എന്താ ഏത് വാതിലും ഏത് തുറക്കാത്ത വാതിലും തുറക്കും, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു. ആ ഈ ഗ്രില്ലിന്റെ ഇടയിൽ കൂടി മാല എടുത്തു വെച്ച് തന്നിട്ട് ഒന്നും പറയാതെ തിരിഞ്ഞു പോയി കളഞ്ഞ്. പക്ഷെ ഒരു ചൈതന്യം ഉണ്ടായിരുന്നു മുഖത്ത്. ആ, കറണ്ട് ഉണ്ടായില്ല, അതുകൊണ്ട് അത്ര ഇതായിട്ടൊന്നും കണ്ടില്ല. ആ, അത് പോട്ടെ. അത് പോയതും അവിടെ നിന്ന് അങ്ങ് നീങ്ങിയതും കറണ്ട് വന്നു. അപ്പം അത് കാണാത്ത വിധത്തിലാക്കി കളഞ്ഞതാന്നാ എനിക്ക് തോന്നണേ. എന്താ എനിക്കറിയാൻ പാടില്ല എൻ്റെ പൊന്നെ. എന്തായാലും കളഞ്ഞു പോയത് തിരിച്ച് അതേപോലെ എന്നെ കയ്യിൽ കൊണ്ട് തന്നി. അമ്മാവൻ, എടാ അമ്മാവൻ വരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാവേ. ആരാന്ന് അറിഞ്ഞിട്ട് വിളിക്കാം. അറിഞ്ഞാ? അങ്ങനെ ഒരാളൊന്നും ഇവിടെ ഇല്ല. ആരും കണ്ടവരില്ല അങ്ങനെ. എടി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിച്ചു. ഇങ്ങനെ നീണ്ടു നിരച്ച താടി. അയ്യോ, ഇത്രയും താടിയൊന്നും ഇല്ല. അല്ല, ഇങ്ങനെ നീണ്ടു നിരച്ച താടി, പിന്നെ ക്രോപ്പ് വെള്ളം മുടി, അങ്ങനെയുള്ള ആളെ ആരും കണ്ടവരില്ല അവിടെ. കാരണം ദൈവം, പിന്നെ അത് ആരായിരിക്കുമല്ലേ? അതിപ്പോ നമ്മൾ രണ്ടും മാത്രമേ കണ്ടുള്ളൂ. എന്തൊക്കെയാ പറഞ്ഞത്? അല്ല, ഈ സ്വർണം കിട്ടിയ സ്ഥിതിക്ക് ഇപ്പൊ എനിക്കിപ്പോ അത് വിശ്വസിച്ചല്ലേ പറ്റൂ. എന്നാലും ഇപ്പൊ ഈ രാത്രി കിട്ടിയ സ്വർണം കൊടന്നേരുക എന്നൊക്കെ പറയുമ്പോ അമ്മാവാ, ഞങ്ങളുടെ തോന്നിയതുപോലെ തന്നെയാണ്. അത് ഈശ്വരനാ. ഈ കാലത്തിൽ ഇങ്ങനെ ഈശ്വരൻ അല്ലാതെ പിന്നെ എവിടുന്നോ അങ്ങ് പോയി. പ്രാർത്ഥിച്ചത് കേട്ട് വന്നതാ.
എന്നാ പിന്നെ നമുക്ക് പോയൊന്ന് കാണാം. അമ്പലത്തിൽ പോയൊന്ന് തൊഴുതിട്ട് വരാം. അതെ എന്തായാലും പോയ മുതല് കിട്ടിയല്ലോ. ദൈവമേ, ഞങ്ങള് വേറെ റെഡിയാവും. റെഡിയാവും. മാമനും വരാം. പോയിട്ട് നന്ദി പ്രാർത്ഥിച്ചിട്ട് വരാം. ഞാൻ പോയെന്നാ റെഡി ആയിട്ട് വരാം. അമ്മാവനെ അതേറി ഇരിക്കി. ആ മുഖത്തെ ചൈതന്യം കണ്ടപ്പോ തോന്നി ഞങ്ങക്ക്. ഈ ദൈവത്തെ കാണാന്നൊക്കെ ഉള്ളത് ഭാഗ്യമുള്ളവർക്ക് വിധിച്ചിട്ടുള്ളതാണേ. ഉരുത്തം കെട്ട നേരത്ത് കള്ളും കുടിച്ച് അവിടെയും ഇവിടെ നിൽക്കാൻ തോന്നിയത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇരിക്കാൻ കാണാറുന്നില്ലേ. ഭഗവാനെ സകല തെറ്റുകളും പൊറുക്കണേ. അമ്മായി എന്താണാവോ? ഹലോ, അമ്മാവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് അമ്മായി. ആ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ആ ശരി ശരി, ആ ഇതേ കൊടുക്കാം. ഹലോ അമ്മായി, അറിഞ്ഞില്ലേ? വിശേഷമൊക്കെ അറിഞ്ഞില്ലേ? ആ എന്തൊരു അത്ഭുതമായിരുന്നറിയോ. അമ്മായിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. നേരിട്ട് വന്നേരം വിശേഷമൊക്കെ പറയാം. ആ ശരി. അമ്മായിക്ക് ഭയങ്കര അത്ഭുതം. ആണോ? എല്ലാവർക്കും അത്ഭുതമല്ലേ ചേച്ചി? ചേച്ചി വായും പൊളിച്ച് നിൽക്കുന്നു. ഓ ഇപ്പഴാ ഒരു സമാധാനായത്. വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറയാ. നന്ദിയും പറയാം. ഒരു പാട്ട് കേൾക്കണ്ടേ? ഏതോ കള്ളുകുടിയനാന്ന് തോന്നുന്നു. ഇതിലൊക്കെ എന്തിനല്ലേ കയ്യിലുള്ള പൈസയും കൊടുത്ത് കള്ളു കുടിക്കാൻ നടക്കുന്നത്? കുടുംബവും നോക്കൂല, ഇങ്ങനെ നടക്കും. അത് ഈ ത്രിസന്ധ്യ നേരത്ത് അമ്പലത്തിന്റെ അടുത്തുള്ള വഴി കിടന്ന് പാട്ട്. ഭൂമിയിലല്ലാതെ മാനവ ഹൃദയങ്ങളുണ്ടോ? Audience.